+1-ലും +2-ലും നിങ്ങൾ ഏത് സ്ട്രീം പഠിച്ചിട്ടുണ്ട് എങ്കിലും എടുക്കാവുന്ന കോഴ്സുകളിലൊന്നാണ് BSc ഹോട്ടൽ മാനേജ്മെന്റ്. ഈ കോഴ്സ് എന്ന് പറയുന്നത് 3 വർഷത്തെ ഡ്യൂറേഷൻ ഉള്ള കോഴ്സാണ് കേട്ടോ. നിങ്ങൾ സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും പോകാൻ പറ്റും. ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസങ്ങളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തിനാ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതെന്നറിയോ? ഈ ഒരു കോഴ്സിലേക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല, പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, അതുകൊണ്ട് ഞാനിത് പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം ഇച്ചിരി കൂടുന്നുണ്ട്. അതെൻ്റെ ഈ കമൻറ്റുകൾ വായിക്കുമ്പോഴത്തേനും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആകുമ്പോഴത്തേനും നല്ല എളുപ്പമല്ലേ മാം, അതിന് പൊക്കോട്ടേന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതിൻ്റെയൊക്കെ ഭയങ്കര ഡെപ്തിലുള്ളൊരു പഠനം ഇതുപോലുള്ളൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് വാസ്തവം തന്നെയാണ്. അതൊന്നും പഠിക്കാൻ ഇഷ്ടമില്ല, ആ ഒരു ചിന്തയിൽ ദിസ് ഇസ് മൈൻ. പക്ഷേ ഈ ഒരു കോഴ്സ് എടുക്കുമ്പം ഇതിലൊന്നും പഠിക്കാനില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നല്ലോണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് ഈ പറയുന്ന 3 years. കാരണം ഈ 3 yearsൻ്റെ ഇടയിൽ ഇൻറ്റേൺഷിപ്പ് പോലും ഉണ്ട്. ഈ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാനേജറായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഹൗസ് കീപ്പിംഗ് പോലും ചെയ്യേണ്ടി വരും. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈവൻ ഹൗസ് കീപ്പിങ്ങും പോട്ടെ, നമ്മളൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് അവരുടെ പെട്ടിയൊക്കെ എടുത്തിട്ട് അവരുടെ റൂമിലേക്ക് കൊണ്ടുവെക്കില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ജോലി മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും. ബെഡൊക്കെ കുടഞ്ഞ് മര്യാദയ്ക്ക് വിരിക്കുക, ലോണ്ടറി എടുത്തുകൊണ്ട് പോവുക, ഇതെല്ലാം നിങ്ങൾ അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് സമയത്ത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനർത്ഥം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളിത് ചെയ്യേണ്ടി വരും എന്നല്ല. എവിടെയെങ്കിലും ഒരിടത്ത് തുടങ്ങണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു നോളജും എക്സ്പീരിയൻസും ഒക്കെ വന്നാലല്ലേ ഫ്യൂച്ചറിൽ വളർന്ന് വേണമെന്നുണ്ടെങ്കിൽ ബുർജൽ അറബിൻ്റെ വരെ മാനേജറാകാൻ പറ്റുള്ളൂ. അപ്പോൾ ചില കുട്ടികൾ എന്താ ചെയ്യാമെന്നറിയോ? ഈ കോഴ്സ് പഠിക്കാൻ പോകും, എന്നിട്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്ന അപ്പോഴാണ് മനസ്സിലാക്കുക ജോയിൻ ചെയ്തതിനൊക്കെ ശേഷം. അപ്പോൾ പറയാം, എന്നെ കൊണ്ട് ഇതൊന്നും ഇഷ്ടമല്ല, എനിക്ക് ഇതൊന്നും താല്പര്യമില്ല, ഇത് വിചാരിച്ചിട്ടല്ല ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വന്നത്, ഞാൻ വിചാരിച്ചത് മാനേജർ ആകാമെന്നാണ്. അപ്പോൾ നേരെ എന്നെ എടുത്തുകൊണ്ട് പോയി കോളേജ് കഴിയുമ്പോഴത്തേനും മാനേജർ ആക്കുമെന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ. എനിക്ക് ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ കുഞ്ഞു കുപ്പ എടുക്കാത്തവനാണ്. അപ്പോൾ ആ ആളോട് നമ്മൾ പെട്ടി തൂക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? അപ്പോൾ പല ഹോട്ടലുകാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഇൻറ്റേൺഷിപ്പിന് വരുന്ന പിള്ളേരെ കൊണ്ട് വലിയ മെനക്കേടാണ്, ഒരു പണിയൊട്ട് മര്യാദയ്ക്ക് ചെയ്യുകയുമില്ല, അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് വേണം താനും, ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും അവരുടെ ഭാഗത്തു നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലായൊരു പ്രശ്നം ഇതാണ്, ഇവരെ വിചാരിച്ചിരുന്നില്ല ഇതുവരെ ചെയ്യേണ്ടി വരുമെന്ന്. ഇത് ചെയ്യുന്നത് മോശമാണെന്നൊന്നും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. ഏത് ജോലിയുടെയും തലപ്പത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ താഴേന്ന് തുടങ്ങണ്ടേ? അവിടെ തൊട്ടുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, ഇതൊക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക. ഇപ്പം നിങ്ങൾ തുടങ്ങാൻ വില്ലിങ് ആവാതെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഇത് ഞാൻ പറഞ്ഞപ്പോഴത്തേന് ആദ്യമേ അങ്ങ് ഇൻറ്റേൺഷിപ്പിലേക്ക് പോയി, നമുക്ക് സബ്ജക്റ്റുകളിലേക്ക് ഉതവാൻ. ഇതിൽ പിന്നെ ചിലർ ഒരു വിചാരമുണ്ട്, കുക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നു. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന അനേകം കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് സയൻസ്, അതൊക്കെയുമായിട്ട് ഫുഡ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് വരുന്ന പോർഷനുകൾ. നിങ്ങളൊരു ഷെഫ് ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഏരിയ മാത്രം പഠിക്കണം, ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകൾ മാത്രം പഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കോഴ്സ് ഹോട്ടൽ മാനേജ്മെൻ്റ് അല്ല, അത് കൾണറി ആർട്സ് ആണ്. അത് വേറെ തന്നെ ഒരു BSc പ്രോഗ്രാം നമുക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ഇടും. ഒരു 10 പേരുടെയെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാനതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അത്രയും പേര് അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഐ ഡു എ ഡീറ്റെയിൽഡ് വീഡിയോ അബൌട്ട് ഇറ്റ്. ബാക്ക് ടു ഹോട്ടൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ അനേക കാര്യങ്ങളിലൊന്നാണ് ഇതെന്ന് മനസ്സിലാക്കാം. പിന്നെ അതല്ലാതെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക? ഈ ഒരു ഹോട്ടലിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ മാനേജ്മെൻറ്റ് മാത്രമല്ല ഉള്ളത്, കുറേ ഉണ്ട്. ഒന്ന് F&B സർവീസ്, അതായത് ഫുഡ് ആൻഡ് ബെവറേജ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടത്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ലോണ്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു
അങ്ങനെ ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അവിടെ ഒരു ഇരിപ്പിരിക്കുക, എന്നിട്ട് ഗസ്റ്റിനോടുള്ള റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോഴത്തേനും ഒരു ഇച്ചിരി അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. പിന്നെ കുറച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പ്ലാനിങ്ങും അതിൻ്റെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ പഠിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള നിരവധി ടോപ്പിക്കുകളാണ് ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഒരു ഭാഗം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, അതിനെ മാത്രം കണ്ടിട്ട് കോഴ്സിലോട്ട് എടുത്ത് ചാടും. അത് മണ്ടത്തരം. അത് നിങ്ങൾ കാണിക്കരുത്. അതിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കണം. എന്തൊക്കെയാണ് അതിൽ പഠിപ്പിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോഴത്തേനും, കാരണം ചിലതിൽ കമ്പൽസറി ഇൻറ്റേൺഷിപ്പാണ്, ആ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ കമ്പൽസറി ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പോകേണ്ടി വരുമ്പോൾ എത്തരത്തിലുള്ള ജോലികളാണ് നമുക്ക് കിട്ടുക, അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇനി ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടാനായി നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് NCHM, അതായത് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു JEE എക്സാം എന്നാണ് അതിനെ പറയുക. മറ്റേ JEE അല്ല കേട്ടോ, എഞ്ചിനീയറിങ്ങിൻ്റെ JEE അല്ല, ഇത് ഈ ഒരു ഏരിയയിൽ നടക്കുന്ന ജോയിൻ്റ് എൻട്രൻസ് എക്സാം, അതിൻ്റെ ഇതിലാണ് അതിനെ JEE എന്ന് വിളിക്കുന്നത്. അപ്പോൾ NCH MCT JEE എന്നാണ് നമ്മൾ പൊതുവിൽ അതിനെ പറയാറുള്ളത്. അപ്പോൾ ആ എൻട്രൻസ് പരീക്ഷയുണ്ട്, അത് നാഷണൽ ലെവൽ പരീക്ഷയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റുകൾ പല പല ഏരിയകളിലുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത്, കോളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് മാത്രമല്ല, ഈ ഒരു പരീക്ഷയുടെ സ്കോറ് നിരവധി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ സ്കോറിനെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആക്കി വെച്ചിട്ട് അഡ്മിഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊരു നാഷണൽ ലെവൽ എക്സാം. ഇനി ഇതുകൂടാതെ പ്രൈവറ്റ് പാർട്ടികൾ അവരുടേതായിട്ടുള്ള എൻട്രൻസ് പരീക്ഷകളും കണ്ടക്ട് ചെയ്യാറുണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ നിങ്ങൾ എവിടെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് ആലോചിക്കുക. എന്നിട്ട് അവരാവശ്യപ്പെടുന്ന എൻട്രൻസ് പരീക്ഷ ഏതാണോ അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അപ്പിയർ ചെയ്യുക, കോഴ്സ് പഠിച്ചിറങ്ങുക. ഇനി ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമോ പ്രോഗ്രാമുകളോ ഒക്കെ എടുത്ത് കരിയർ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി ചിലർ ചെയ്യാറുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം MBA പഠിക്കാറുണ്ട്. അങ്ങനെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഹയർ ലെവലിലേക്ക് എത്താൻ അങ്ങനെ പോകുന്ന കുട്ടികളുണ്ട്. വാട്ടെവർ, ഇതാണ് അതിൻ്റെ ബേസ്. ഈ കോഴ്സിനെ തന്നെ പല പല പേരിൽ നമ്മൾ കേൾക്കുകയെ. ചിലർ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയും, ചിലർ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന് പറയും. അപ്പോൾ ചിലർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്ന് വിളിക്കും. പേരെന്തും ആയിക്കോട്ടെ, സംഭവം ഇതാണ്. അപ്പോൾ ഏത് കോഴ്സിനാണ്, അതിപ്പോൾ ഹോട്ടൽ മാനേജ്മെൻ്റ് അല്ല, ഏതായാലും ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം, നമ്മൾ അതിനകത്ത് പഠിപ്പിക്കുന്ന സിലബസുകളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. കാര്യം പിടികിട്ടിയോ? ഇനി വല്ല സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുക. പറ്റുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് ഉത്തരങ്ങൾ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഗുഡ് ലക്ക്.